ചങ്ക്സ് എങ്ങനെ വീട്ടിലുണ്ടാക്കിയെടുക്കാം എന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത്. കുട്ടികൾക്ക് സ്നാക്സായിട്ട് ഇതുപോലെ കൊടുക്കുവാനും പൊറോട്ട സാൻഡ്വിച്ച്, ബ്രെഡ് സാൻഡ്വിച്ച് ഇതിലൊക്കെ യൂസ് ചെയ്യാനും അതുപോലെ സാലഡിൽ യൂസ് ചെയ്യാനും ഒക്കെ പറ്റിയ വളരെ നല്ലൊരു ചിക്കൻ ചങ്ക്സാണിത്. ഇത് നമുക്ക് വളരെ ഹെൽത്തി ആയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ അതിനുവേണ്ടി ചിക്കൻ്റെ ബ്രസ്റ്റാണ് എടുത്തിരിക്കുന്നത്. 3 വലിയ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. ഇത് 3ഉം കൂടെ 3/4 കിലോഗ്രാം ഉണ്ട്, അതായത് 750 ഗ്രാം. ഇതിന് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഒരു കത്രിക വെച്ചോ കത്തി വെച്ചിട്ടോ ഇത് ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്യുക. ഇതിലൊട്ടും വെള്ളം ഉണ്ടാവാൻ പാടില്ല. കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു അരിപ്പയിലിട്ട് വെള്ളം കളയണം. ഈ 3/4 കിലോഗ്രാം ചിക്കന് വേണ്ടിയിട്ടുള്ള മസാലയാണ് ഞാനിനി ഇതിൽ കാണിക്കാൻ പോകുന്നത്. ഞാനിതിവിടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. ഈ ചിക്കനിലേക്ക് 2 മീഡിയം സൈസ് ഉള്ളി കട്ട് ചെയ്തത് ഞാൻ ചേർക്കുകയാണ്. വലിയ ഉള്ളിയാണെങ്കിൽ 1 മതി. 4 പച്ചമുളക് പകുതിയായി കട്ട് ചെയ്തത് ചേർക്കാം. 2-3 ടേബിൾ സ്പൂൺ മല്ലിയില കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണിത്. ഇത് വലിയ സ്പൂൺ ആയതുകൊണ്ടാണ് 2 ടേബിൾ സ്പൂൺ ഉണ്ട് ഇത്. ഇതിലേക്ക് 2 ടീസ്പൂൺ ചുവന്ന ഉണക്കമുളക് ക്രഷ് ചെയ്തതാണിത്, അതും ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 3 ബ്രെഡ് ചെറിയ പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർക്കാം. ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് വേണം ചേർക്കാൻ. ഇനി ഇതിലേക്ക് 1 മുട്ട ആഡ് ചെയ്യാം. ഇനി ഇതിലേക്ക് 1/3 കപ്പ് പാലും കൂടി ചേർക്കാം. 1/4 കപ്പ് മുതൽ 1/3 കപ്പ് വരെ പാല് ചേർക്കാം. പാൽ ഞാൻ ഇതിലേക്ക് ചേർക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർക്കാം. 3 ടേബിൾ സ്പൂൺ ഒലീവ് ഓയിലും കൂടി ചേർക്കാം. ഒലീവ് ഓയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർക്കാം. ഒലീവ് ഓയിലും കൂടി ചേർത്തിട്ടുണ്ട്, 3 ടേബിൾ സ്പൂൺ. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണോളം ഉപ്പാണ് ചേർക്കുന്നത്. ഇനി ഇതെല്ലാം ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിവിടെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്നും കുറച്ചായിട്ട് എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. മിക്സിയുടെ പൊടിക്കുന്ന ജാർ എടുക്കാൻ ശ്രദ്ധിക്കുക, കാരണം നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് ഇത് അരച്ചെടുക്കുന്നത്. ഒരു ഫുഡ് പ്രോസസ്സർ ഉണ്ടെങ്കിൽ അതിൽ അരച്ചെടുത്താലും മതി. അതാകുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് അരച്ചെടുക്കാൻ പറ്റും. ഇതുപോലെ നല്ല പേസ്റ്റ് പോലെ വേണം ഇത് അരച്ചെടുക്കാൻ. ഇനി നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാനൊരു ബേക്കിംഗ് ട്രേയിൽ എണ്ണ തടവുകയാണ്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ച് മിക്സ് ഇതിലേക്ക് നിരത്തി കൊടുത്തിട്ട് ഇത് ബേക്ക് ചെയ്തെടുക്കണം. ഞാൻ ഓവൻ 10 മിനിറ്റ് 180 ഡിഗ്രിയിൽ പ്രീ ഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇത് വെച്ച് കൊടുത്തിട്ട് 15 മിനിറ്റ് ഇത് ബേക്ക് ചെയ്തെടുക്കണം. 180 ഡിഗ്രിയിൽ തന്നെ 15 മിനിറ്റ് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിത് ട്രേയിൽ നിരത്തി കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഓവനിലേക്ക് മാറ്റാൻ പോവുകയാണ്. അതുപോലെ ഓവൻ ഇല്ലാത്തവർക്ക് ചെയ്യേണ്ട ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. ഇതുപോലെ ഒരു പാത്രം വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് ഒരു സ്റ്റീൽ പാത്രത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും മെറ്റലിൻ്റെ പാത്രത്തിലോ ഈ മിക്സ് നിരത്തി കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് നമുക്ക് ചെറിയ തീയിൽ 15 മിനിറ്റ് ഇത് വേവിച്ചെടുക്കാം. 15 മിനിറ്റ് കൊണ്ട് തന്നെ ഏകദേശം ഇത് വെന്ത് വരും. വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഉണ്ടാക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ അടിഭാഗം കരിഞ്ഞു പോവും. മാത്രമല്ല ഒരു 10 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. സൈഡിൽ നിന്ന് ഇളകി വരുന്ന ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്കത് പുറത്തേക്ക് എടുത്ത് കട്ട് ചെയ്ത് വെക്കാം. ഞാൻ ഓവനിൽ വെച്ച ചിക്കൻ ചങ്ക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ ഇളകി വരുന്നുണ്ട്. ഇനി ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഈ ട്രേയിൽ നിന്നും 4 പീസാക്കി കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കൊരു കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് ചെറിയ ചെറിയ പീസായിട്ട് ഇത് കട്ട് ചെയ്തെടുക്കാം. തണുത്തതിന് ശേഷം മാത്രം ഇത് കട്ട് ചെയ്യുക. അങ്ങനെയാകുമ്പോൾ നമുക്കിത് കട്ട് ചെയ്തെടുക്കാൻ വളരെ ഈസി ആയിരിക്കും. സ്ക്വയറായിട്ട് ഇതുപോലെ നമുക്ക് മുഴുവൻ ചിക്കൻ ചങ്ക്സും കട്ട് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. ഇത് ഞാനിവിടെ മുഴുവനും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. വളരെ ഭംഗിയുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചങ്ക്സ് ഇവിടെ റെഡിയായി കഴിഞ്ഞു. നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി നമുക്കിത് 1 മാസം വരെ ഫ്രീസറിൽ സൂക്ഷിക്കാൻ കഴിയും. ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അല്പം ഓയിൽ ഒഴിച്ച് വളരെ ചെറിയ സമയം മാത്രം ഇത് ഫ്രൈ ചെയ്താൽ മതി. നമ്മൾ സോസേജൊക്കെ ഫ്രൈ ചെയ്യുന്നത് പോലെ തന്നെ. മാത്രമല്ല കുട്ടികൾക്ക് വളരെ പെട്ടെന്ന് ചായയുടെ കൂടെ സ്നാക്സ് ആയിട്ടൊക്കെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് കൊടുക്കാം. വളരെ ഹെൽത്തി ആയിട്ട് തന്നെ നമുക്കിത് അവർക്ക് ഉണ്ടാക്കി കൊടുക്കാം. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന നഗറ്റ്സിനേക്കാളും സോസേജിനേക്കാളും ഒക്കെ വളരെ ഹെൽത്തി ആയിട്ട്
നമുക്കിത് വീട്ടിലുണ്ടാക്കി കൊടുക്കാം. ഇതുപോലെ പൊറോട്ട സാൻഡ്വിച്ചും ബ്രെഡ് സാൻഡ്വിച്ചും അതുപോലെ സാലഡിൽ യൂസ് ചെയ്യാനും ഒക്കെ വളരെ നല്ലതാണ്. ഇത് നമുക്ക് ഇതുപോലൊരു പാത്രത്തിൽ ഇട്ട് വെച്ച് നന്നായിട്ട് അടച്ചു വെച്ച് ഫ്രീസറിലേക്ക് മാറ്റാം. ഞാൻ 2 കണ്ടെയ്നറിലാക്കി വെച്ചിട്ടുണ്ട്. ഇത് അടച്ചു വെച്ചിട്ട് ഞാനിനി ഫ്രീസറിൽ സൂക്ഷിക്കുകയാണ്. 1 മാസം വരെ ഇത് നമുക്ക് ഫ്രീസറിൽ സൂക്ഷിച്ചു വെക്കാൻ പറ്റും. ഈ ചിക്കൻ ചങ്ക്സ് വെച്ച് ചെയ്യുന്ന ഒരു സാൻഡ്വിച്ചും സാലഡ് റെസിപ്പിയും ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു.